ഇത് ക്ലീനിങ് പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 കാണാത്തവർ അതും കൂടെ ഒന്ന് പോയി കാണണേ. ചോലയിലെ നീരാട്ടമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം എല്ലാവരും കൂടെ തീരുമാനിച്ചു ഇന്നൊരു ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ തീരുമാനമൊക്കെ എടുത്തു വന്നപ്പോഴേക്കും സമയം ഒത്തിരി വൈകി. സൺഡേ മാത്രമല്ല എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഒത്തുകൂടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തീരുമാനം വൈകിപ്പോയതുകൊണ്ട് മേക്കിങ്ങും ഒത്തിരി വൈകിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഒരു വശത്ത് ചിക്കൻ ക്ലീൻ ആക്കലും, വേറൊരു വശത്ത് അരപ്പ് റെഡിയാക്കലും, പിന്നെ ഒരു വശത്ത് ഷാമു വീടൊക്കെ അടിച്ച് വാരി തൂത്തെടുക്കലും, പിന്നെ ഒരു വശത്ത് നമ്മുടെ ചിരട്ടയൊക്കെ കത്തിച്ച് കനലാക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും മസാല മേക്കിംഗ് ഒക്കെ എൻ്റെ ആയിരുന്നു. ഒരുപാട് ഈ മുളകും മല്ലിയും ഒന്നും അധികം ചേർക്കാതെ നല്ല നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ പുതിന, മല്ലിയില, ചെറുനാരങ്ങ അങ്ങനെ കുറച്ച് ഐറ്റംസ് വെച്ച് അടിപൊളി ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാനായിരുന്നു തീരുമാനം. എന്തായാലും മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ റെഡിയാക്കി വെക്കുമ്പോഴത്തേക്കും നമ്മുടെ മാരിനേറ്റ് ചെയ്യാനുള്ള ആൾ വേഗം എത്തും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആളെത്തിയിട്ടുണ്ട്. ഇതാണ് ഫാത്തിമ ചേച്ചി. എന്നെക്കാളും 1.5 വയസ്സിന് ഡിഫറൻസേ ഉള്ളൂ. ഞാൻ ഫാത്തിമ എന്ന് വിളിക്കും, ഫാത്തിമ ചേച്ചി എന്ന് വിളിക്കും, രണ്ടും വിളിക്കും കേട്ടോ. അപ്പോൾ പുതിയ നൈബറാണ് ആൾ. ട്രിവാൻഡ്രംകാരിയാണ്. ഭയങ്കര കൊമേഡിയനാണ് കേട്ടോ. നല്ല തമാശകളൊക്കെ പറയും. സ്പോട്ടിന് വർത്തമാനങ്ങളൊക്കെ പറയുന്ന ആളാണ്. എന്തായാലും ചിക്കനൊക്കെ വരഞ്ഞ് കീറി ഞാൻ കൊടുക്കുന്നുണ്ട്. ബാക്കി പ്രോസസ്സൊക്കെ ചേച്ചിയുടെയാണ്. കാരണം ഈ തിരുമൽ പ്രോസസ്സ് വരുമ്പോൾ നമ്മുടെ കൈയൊക്കെ വല്ലാതെ അങ്ങ് നീറും. അത് എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ചേച്ചിയാണ് അത് ഏറ്റെടുത്ത് ചെയ്യുന്നത്. അധികം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാനുള്ള സമയം നമുക്ക് കിട്ടിയില്ല കേട്ടോ. ഏകദേശം ഒരു 10-15 മിനിറ്റ് മാത്രമേ നമ്മൾ റെസ്റ്റിന് വെച്ചുള്ളൂ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഗ്രില്ലിലേക്ക് കയറ്റി. ഏകദേശം സമയമൊക്കെ ഒത്തിരി ലേറ്റായിരുന്നു. ഗ്രില്ലിൽ വെക്കേണ്ടതും അത് നോക്കേണ്ടതും എല്ലാം ഷാമിൻ്റെ ജോലിയായിരുന്നു. കുറച്ച് ചിക്കൻ എടുത്ത് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു. കാരണം പിള്ളേർക്ക് ഭയങ്കര വിശപ്പ് തുടങ്ങിയായിരുന്നു. ഒത്തിരി ലേറ്റായി പോയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറും പരിപ്പ് കറിയും ഗ്രില്ല് ചിക്കനും പൊരിച്ച ചിക്കനും എല്ലാം റെഡി ആയിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ പിള്ളേർക്കാണ് കൊടുത്തത്. അതിനുശേഷമാണ് ഞങ്ങൾ ഇരുന്ന് കേട്ടോ. അപ്പോൾ വിശന്നിട്ട് തളർന്നു പോയായിരുന്നു. എന്തായാലും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഹാപ്പി ആയിട്ട് കഴിച്ചു. ഇന്നത്തെ സൺഡേ ഭയങ്കര സന്തോഷമുള്ളൊരു സൺഡേ ആയിരുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.